ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഐബെല്ലിൻ്റെ ഓട്ടോ ഡാർക്കനിങ് ഹെൽമെറ്റിനെ കുറിച്ചാണ്. നമുക്കറിയാം, ആദ്യമായി വെൽഡ് ചെയ്യുമ്പോൾ കണ്ണിൽ മണ്ണ് വാരിയിടുന്ന തരത്തിലുള്ള ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. ഈ അനുഭവം ഒഴിവാക്കലാണ് ഈ ഓട്ടോ ഡാർക്കനിങ് ഹെൽമെറ്റിൻ്റെ ധർമ്മം. ഞാനിവിടെ വാങ്ങിയിരിക്കുന്നത് ഐബെല്ലിൻ്റെ 550S എന്ന മോഡലാണ്. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് അല്ല, ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റാണ്. ഈ ഹെൽമെറ്റിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ടൊരു ഫിൽറ്ററിങ് ഗ്ലാസ് കൂടെ അവർ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഓട്ടോ ഡാർക്കനിങ് ഹെൽമെറ്റ് മാർക്കറ്റിൽ നിലവിലുള്ളത് തന്നെയാണ്, പക്ഷേ ഇത് സാധാരണയായി അധികം ആരും ഉപയോഗിച്ച് കാണുന്നില്ല. ഈ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ്സിന് മുൻവശത്തായിട്ടൊരു ഫിലിം ഒട്ടിച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് നമ്മളത് എടുത്തു കളയണം. ഗ്ലാസിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഈ സോളാർ സെല്ല് വെച്ചിട്ടുള്ളത്. ഈ ഹെൽമെറ്റിൻ്റെ മുൻഭാഗത്ത് വെളിച്ചം തട്ടുകയോ അല്ലെങ്കിൽ വെൽഡിങ്ങിൻ്റെ ആർക്കിൻ്റെ ലൈറ്റ് കൊണ്ടോ നമുക്ക് ഇതിൻ്റെ സോളാർ സെല്ലുകൾ ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഹെൽമെറ്റിൻ്റെ രണ്ട് വശങ്ങളായിട്ട് രണ്ട് നോബ് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് നോബ് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ആംഗിളിൽ നമ്മൾ ഹെൽമെറ്റ് തലയിൽ വെക്കാനും അതുപോലെ തന്നെ ഈ സ്ട്രാപ്പ് മൊത്തം അഴിച്ചെടുക്കാനും ഈ രണ്ട് നോബുകൾ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു ചെറിയ സ്ട്രാപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്, തലയിൽ ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൂസാക്കാനും ടൈറ്റാക്കാനും പറ്റും. പിന്നീട് കൊടുത്തിട്ടുള്ളതിൻ്റെ പുറകുവശത്താണ്. പുറകുവശത്തെ ഈ നോബ് പ്രസ് ചെയ്തുകൊണ്ട് ക്ലോക്ക് വൈസ് തിരിക്കുകയാണെങ്കിൽ നമ്മുടെ തലയിൽ ഇത് ഹെൽമെറ്റ് നന്നായി ടൈറ്റായിട്ടിരിക്കാനും അതുപോലെ തന്നെ പ്രസ് ചെയ്ത് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുകയാണെങ്കിൽ ഹെൽമെറ്റ് ലൂസായിട്ടിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശത്ത് ഗ്ലാസിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഫില്ലിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് എടുത്തു കളയണം. പുറം ഭാഗത്തായിട്ടൊരു നോബ് കൊടുത്തിട്ടുണ്ട്. ആ നോബ് ഇതിൻ്റെ ഡാർക്കനിങ് മോഡ് ഓൺ ചെയ്യാനും അതുപോലെ തന്നെ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഉൾഭാഗത്ത് കാണുന്ന അതിൻ്റെ കണക്ഷനാണ്. സോളാർ സെല്ല് കൂടാതെ ഒരു ബട്ടൺ സെല്ല് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഡിലേ കൺട്രോള്, ഇതൊന്ന് സെൻസിറ്റിവിറ്റി കൺട്രോള്, ഇപ്പുറത്തുള്ള ടെസ്റ്റ് ബട്ടൺ. ഈ കാണുന്നത് നോബിൻ്റെ വയർ കണക്ഷനാണ്. പിന്നെ ഇത് മൊത്തത്തിൽ നമുക്ക് ഈ ഫിലിം വല്ല അഴുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗ്ലാസ് വല്ല അഴുക്കുകയാണെങ്കിൽ ഇത് ഈ രണ്ട് ബട്ടൺ ഞെക്കി കണ്ടിട്ട് നമുക്ക് ഈ ഗ്ലാസ് പുറത്തേക്ക് എടുക്കാം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുത്തതിന് ശേഷം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് തിരിച്ചിടാം. പിന്നെ ഈ ഭാഗത്തെ ഗ്ലാസ്സുകൾ നമുക്ക് വേണമെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കാം. ഈ ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് വെക്കുമ്പോൾ ഇതിൻ്റെ ഭാഗത്തായിട്ട് രണ്ട് നോബുകളുണ്ട്. ഈ രണ്ട് നോബുകൾ ചെറിയ ആ ഭാഗത്ത് കാണുന്ന രണ്ട് സ്ലോട്ടുകളുണ്ട്, ഈ ഭാഗത്ത് രണ്ട് സ്ലോട്ടുണ്ട്. ആ രണ്ട് സ്ലോട്ടിലേക്ക് കറക്റ്റായിട്ട് എൻഗേജ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് പ്രസ് ചെയ്ത് തിരിച്ച് വയ്ക്കാൻ പറ്റും. ഈ ഹെൽമെറ്റിൻ്റെ ഉൾഭാഗത്ത്, അതായത് ഈ ഭാഗത്തും ഒരു ഫിൽറ്റർ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ആ ഗ്ലാസും നമുക്ക് ഊരിയെടുത്തിട്ട് ക്ലീൻ ചെയ്ത് തിരിച്ചതുപോലെ തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഇതിൽ അഴുക്കൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഈ ഹെൽമെറ്റിൻ്റെ ഓട്ടോ ഡാർക്കനിങ് മോഡ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇതിൻ്റെ ബട്ടൺ സെല്ലിൻ്റെ പ്രശ്നമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ബട്ടൺ സെല്ല് എങ്ങനെയാണ് ഊരി മാറ്റുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ബട്ടൺ സെല്ലിൽ ഒരു നോബുണ്ട്. ആ നോബ് ഇടതുവശത്തേക്ക് തിരിച്ച് തുറക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബട്ടൺ സെൽ കാണാൻ പറ്റും. അപ്പോൾ ബട്ടൺ സെൽ കംപ്ലൈൻ്റ് ആണെങ്കിൽ ആ ബട്ടൺ സെൽ മാറിയതിന് ശേഷം തിരിച്ച് ആ നോബ് ആ ബട്ടൺ സെല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് നേരെ ക്ലോക്ക് വൈസ് തിരിച്ച് കഴിഞ്ഞ് നമുക്കത് ഉറപ്പിച്ച് വെക്കാൻ പറ്റും. ബട്ടൺ സെൽ മാറി നമുക്ക് തിരിച്ച് വെക്കാൻ പറ്റും. ബട്ടൺ സെൽ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സ്ട്രാപ്പെല്ലാം ഊരി മാറ്റിയിരുന്നു. അതെല്ലാം പഴയ പോലെ തന്നെ തിരിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിന് എങ്ങനെ സെൻസിറ്റിവിറ്റിക്ക് അനുസരിച്ച് എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ളൊരു ചാർട്ടാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചാർട്ട് നോക്കി നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ വെൽഡിംഗ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ, ഈ ഓട്ടോ ഡാർക്കനിങ് ഹെൽമെറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാഗ്നറ്റിക് ഹോൾഡർ വെച്ച് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വെൽഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു ടാക്ക് അടിച്ചിരുന്നു, അതിന് ശേഷം വെൽഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇതിലൂടെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഡാർക്കനിങ് ഹെൽമെറ്റിലൂടെ നമുക്ക് കറക്റ്റായിട്ട് ആ ജോയിൻറ്റ് കാണാം. അതുപോലെ തന്നെ വെൽഡ് ചെയ്യുമ്പോൾ ആ ഭാഗം ഓട്ടോ ഡാർക്കനിങ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ കറണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത്തിരി കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഈ പൊരിച്ചിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറച്ചിട്ട് നമുക്കൊന്ന് അടിച്ച് നോക്കാം. അപ്പോൾ ഈ ഓട്ടോ ഡാർക്കനിങ് ഹെൽമെറ്റിൻ്റെ അകത്തൂടെ നമുക്ക് എങ്ങനെയാണെന്ന് കാണുന്നതെന്ന് നോക്കാം. നമുക്ക് കറക്റ്റായിട്ട്
ആ സ്പാർക്ക് വരുന്ന സമയത്ത് ഓട്ടോ ഡാർക്കനിങ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.